CPI നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ഇനി എത്ര നാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിൽ MR അജിത് കുമാറിന് തുടരാൻ കഴിയുമെന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തൃശൂർ പൂര ദിവസം സ്ഥലത്തുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ അലങ്കോലപ്പെടുമ്പോൾ ADGP ഇടപെടാത്തത് സംശയം വർദ്ധിപ്പിക്കുകയാണ്. ADGPയുടെ അന്നത്തെ സമീപനത്തിൽ DGPക്കും എതിർപ്പുണ്ട്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ സർക്കാരിന് സമർപ്പിക്കും. വിനോദ്, ഇത്തരത്തിൽ വലിയ വലിയ കുരുക്കുകൾ ഓരോ ദിവസം ദിനം പ്രതി വരുന്നു. അത് സാധ്യമാണോ ADGPക്ക് ക്രമസമാധാന ചുമതലയിൽ തുടരുക എന്നത്? എൽദോ, ഇപ്പോൾ ഈ സമ്പർക്ക് പ്രമുഖ് ആയ RSS നേതാവിൻ്റെ ജയകുമാറിൻ്റെ പോസ്റ്റ് വന്നതോടുകൂടി കാര്യങ്ങൾ CPMന് കൂടുതൽ തലവേദന ഉണ്ടാക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഈ കൂടിക്കാഴ്ച സാധാരണ നിലയിലുള്ള കൂടിക്കാഴ്ചയാണ്, ഉന്നത ഉദ്യോഗസ്ഥരുമായി നേരത്തെയും കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ വസ്തുത പോയി നിൽക്കുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്ന ഒരു വാദത്തിലാണ്. അവിടെയാണ് CPI നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നത്. ADGPയെ ക്രമസമാധാന ചുമതലയുള്ള കസേരയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം CPI ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഒരു കൂടിക്കാഴ്ച എന്നതുകൊണ്ട് മാത്രം ഇത് ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ട്, തൃശ്ശൂരിലെ CPIയുടെ തോൽവിയുണ്ട്, ADGP തുടർച്ചയായി 2 നേതാക്കളെ കണ്ടതിൻ്റെ രാഷ്ട്രീയമാനം എന്ത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ പലവിധ ആരോപണങ്ങൾ. ADGP തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്ന ദിവസം തൃശ്ശൂരിലുണ്ടായിരുന്നു, എന്നിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. എന്തുകൊണ്ട് ഇതിൻ്റെ രൂപരേഖകൾ മാറ്റി, സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള രൂപരേഖയിൽ എന്തൊക്കെ മാറ്റം വരുത്തി, എന്തിനാണ് ADGP അവിടെ തുടർന്നത്, അലങ്കോലപ്പെട്ട ശേഷം അവിടെ നിന്ന് സ്ഥലം വിട്ടതെന്തിന്, തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇതിനാണ് ഉത്തരം പറയേണ്ടത്. മാത്രമല്ല, മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ADGPക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത്. ആ ഒരു നിലയിലേക്ക് ഇപ്പോൾ RSS നേതാവിൻ്റെ പോസ്റ്റ് കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് അദ്ദേഹം പറയുമ്പോൾ, പ്രധാനമായും പ്രതിപക്ഷം പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിക്കും RSSനും ഒരേ നാവാണ്, ഒരേ തരത്തിൽ ADGPയെ സംരക്ഷിക്കുന്നു, ഈ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ മുഖ്യമന്ത്രിക്ക് CPMൽ നിന്നും അത്ര കണ്ട് അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നില്ല. മന്ത്രിമാർ കൂട്ടത്തോടെയോ അല്ലെങ്കിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംഘമായി എത്തിയോ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. അതിനപ്പുറത്തേക്ക് അന്വേഷണം നടക്കുമെന്ന കാര്യമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. DYFI സംസ്ഥാന നേതൃത്വമാകട്ടെ ഈ കൂടിക്കാഴ്ചയെ അംഗീകരിക്കുന്നില്ല, ഇത് തെറ്റായി എന്ന ഒരു നിലപാടിലേക്ക് DYFI പോകുന്നു. അതായത് മുഖ്യമന്ത്രി മാത്രമാണ് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിൽ, അജിത് കുമാറിനൊപ്പം പൂർണ്ണമായും നിൽക്കുന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. പാർട്ടി സംവിധാനമോ സർക്കാർ സംവിധാനമോ ഈ നിലയ്ക്ക് പോകുന്നില്ല, മുന്നണി സംവിധാനം ആ നിലയ്ക്ക് പോകുന്നില്ല. CPI മാത്രമല്ല, NCPയും RJDയും ഉൾപ്പെടെയുള്ളവർ ഈ കൂടിക്കാഴ്ചയെ എതിർത്ത് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇടതുമുന്നണി യോഗത്തിൽ അവർ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ആ യോഗത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തു. ഇപ്പോഴും DGPയുടെ അന്വേഷണം തുടരുകയാണ്. ഇതുവരെ RSS നേതാവിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമുക്ക് വിശദമായി എടുക്കാൻ